റെക്കോർഡ് വേട്ട തുടർന്ന് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരനായി റോണോ ഹംഗറിക്കെതിരായ മത്സരത്തിൽ ഇരട്ട ഗോൾ നേടിയാണ് താരം റെക്കോർഡിട്ടത്. യോഗ്യതാ മത്സരങ്ങളിൽ 39 ഗോളുകൾ നേടിയ ഗ്വാട്ടിമാല താരം കാർലോസ് റൂയിസിനെയാണ് റൊണാൾഡോ മറികടന്നത്. 36 ഗോളുകളുമായി അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയാണ് മൂന്നാം സ്ഥാനത്ത്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി ദക്ഷിണാഫ്രിക്ക. റുവാണ്ടയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചാണ് ദക്ഷിണാഫ്രിക്ക ലോകകപ്പിലേക്ക് ടിക്കറ്റ് എടുത്തത്. 2010 ശേഷം ദക്ഷിണാഫ്രിക്ക ലോകകപ്പിലേക്ക് യോഗ്യത നേടിയിരുന്നില്ല. ഇതോടെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ നൈജീരിയ പ്ലേ ഓഫ് കളിക്കണം. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന 2020 പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം ഇന്ന് യാത്ര തിരിക്കും. ഡൽഹിയിൽ നിന്ന് പെർത്തിലേക്ക് ഒറ്റ സംഘമായാണ് ടീം യാത്ര തിരിക്കുകയെന്ന് BCCI. സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ശ്രേയസ് എന്നിവർ ടീമിനൊപ്പം ചേർന്നു. ശുഭ്മാൻ ഗിൽ ഏകദിന ക്യാപ്റ്റനായ ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ഓസ്ട്രേലിയയിലേത്. ഒക്ടോബർ 19 പെർത്തിലാണ് 1ാം ഏകദിനം. 3 ഏകദിനങ്ങളും 5 2020യുമാണ് പര്യടനത്തിലുള്ളത്. സഞ്ജു സാംസൺ 2020 പരമ്പരയിൽ കളിക്കും. ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ സിംഗപ്പൂരിനെതിരെ ഇന്ത്യക്ക് തോൽവി. ഇന്ത്യയെ 1-2 ഗോളിനാണ് സിംഗപ്പൂർ പരാജയപ്പെടുത്തിയത്. സിംഗപ്പൂരിനായി സോങ് ഉയ് യോങ് ഇരട്ട ഗോൾ നേടി. നിർണായക മത്സരത്തിൽ 1 ഗോളിന് മുന്നിൽ നിന്ന ശേഷമാണ് ഇന്ത്യയുടെ നിരാശാജനകമായ തോൽവി. ഇതോടെ ഇന്ത്യയുടെ ഏഷ്യ കപ്പിന് യോഗ്യതാ മോഹങ്ങൾക്ക് മങ്ങലേറ്റു. നിലവിൽ ഗ്രൂപ്പിൽ അവസാനക്കാരനായ ഇന്ത്യക്ക് ബംഗ്ലാദേശിനും ഹോങ്കോങ്ങിനുമെതിരെയാണ് ഇനിയുള്ള മത്സരങ്ങൾ. വനിതാ ഏകദിന ലോകകപ്പിൽ ജയത്തുടർച്ച ലക്ഷ്യമിട്ട് ഇംഗ്ലണ്ട് ഇന്നിറങ്ങും. പാകിസ്ഥാനാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. വൈകിട്ട് 3 കൊളംബോയിലാണ് മത്സരം.